വാർത്തകൾ തുടരുന്നു. എസ്.എൻ. പുരം പത്താഴക്കാട് മാനസിക രോഗിയായ സ്ത്രീയെ മാനഭംഗപ്പെടുത്തിയ കേസിൽ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. എസ്.എൻ. പുരം ചക്കാണ്ടി വീട്ടിൽ അനിൽകുമാറിനെയാണ് മതിലകം എസ്.ഐ. ഡി. മിഥുനും സംഘവും അറസ്റ്റ് ചെയ്തത്. ഈ മാസം 13-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തൂപ്പ് വിൽപ്പനക്കാരനായ ഇയാൾ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ എസ്.എൻ. പുരത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കൺവെൻഷൻ എസ്.എൻ. പുരത്ത് നടന്നു. ഏരിയ കമ്മിറ്റി അംഗം വി.കെ. സദാനന്ദൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സഗീർ കടവിൽ അധ്യക്ഷനായിരുന്നു. വി.കെ. കബീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വി.കെ. ബാലചന്ദ്രൻ മാസ്റ്റർ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ, കെ. അബീദ് അലി, എ.കെ. ശശീന്ദ്രൻ, എം.എസ്. നാരായണൻ എന്നിവരും പ്രസംഗിച്ചു. പ്രത്യേകിച്ച് ഗൾഫിരാജ്യങ്ങളിൽ പോയി അവരവിടെ അധ്വാനിച്ച് സമ്പാദിക്കുന്ന പൈസ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് എത്തിയില്ലെങ്കിൽ സംഭവിക്കുമായിരുന്ന ഒരു ചിത്രം പരിശോധിച്ച് കേരളം ഇന്ന് കാണുന്ന കേരളമായിരിക്കില്ല എന്ന് നമുക്കറിയാം. നമ്മൾ കൊട്ടിഘോഷിക്കുന്ന, മലയാളികൾ കൊട്ടിഘോഷിക്കുന്നു, നമ്മൾ പല രംഗങ്ങളിലും വളരെ മുന്നിലാണ്. RSS കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയദശമി ദിനാഘോഷം നടത്തി. ആഘോഷങ്ങളുടെ ഭാഗമായി തീരപ്രദേശത്ത് നിരവധി പേർ പങ്കെടുത്ത പഥസഞ്ചലനം ഉണ്ടായിരുന്നു. പെരിഞ്ഞനം ആറാട്ടുകടവിൽ നിന്നും ആരംഭിച്ച റാലി പഞ്ഞംപള്ളിയിൽ സമാപിച്ചു. RSS താലൂക്ക് ഭാരവാഹികളായ M.K. മുരുകൻ, C.V. ശിവൻ, K. സുനിൽകുമാർ, V.R. സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി ഈസ്റ്റിൽ നിന്നും ആരംഭിച്ച കിഴക്കൻ മേഖലാ പ്രയാണം ചന്ദ്രാപിന്നി സെന്ററിലും സമാപിച്ചു. എടമുട്ടം പാലപ്പെട്ടി തോട്ടാരത്ത് ശ്രീ രുതിരമാല ഭഗവതി ക്ഷേത്രം പുനർനിർമ്മാണത്തോടനുബന്ധിച്ചുള്ള ശിലാസ്ഥാപനം ക്ഷേത്രം പ്രസിഡന്റ് T.K. ഉപേന്ദ്രൻ നിർവഹിച്ചു.
രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ശിലാപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഗോപാലൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രസാദകൂട്ടും നടന്നു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ടി സുരേഷ് ബാബു, ടി രാധാകൃഷ്ണൻ, ടി ശ്രീരാജൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ക്ലീൻ കേരള ബീച്ച് പദ്ധതിയുടെ ഭാഗമായി നാട്ടിക ബീച്ച് മാലിന്യ വിമുക്ത ബോധവൽക്കരണം നടത്തി. കേരളത്തിലെ പ്രധാന കടൽ തീരങ്ങൾ മാലിന്യവിമുക്തമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഗീതാഗോപി MLA ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VR വിജയൻ അധ്യക്ഷനായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, അനിൽ പുളിക്കൻ, MG മഹാജൻ എന്നിവരും പ്രസംഗിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് SN പുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രജിത സുന്ദരൻ അനുസ്മരണ സമ്മേളനം നടത്തി. പാപ്പിനിവട്ടം ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന അനുസ്മരണ യോഗം തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ KG രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ TK രമേശ് ബാബു അധ്യക്ഷനായിരുന്നു. KK ഹരീഷ് കുമാർ, TN തിലകൻ, EA ജോസഫ്, TK മീരാബായ്, R വിശ്വനാഥൻ എന്നിവരും പ്രസംഗിച്ചു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി രൂപീകരണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. രമേശ് സൂചിപ്പിച്ച പോലെ ജനകീയാസൂത്രണം എങ്ങനെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടത്തണം എന്നൊരു ജാഗ്രത രചനത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും കർശനമായ അഭിപ്രായങ്ങൾ രചനത്തിൻ്റെ പല ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിൽ നിന്നും വഴിമാറി നടന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ദൈവം. അടിച്ചമർത്തപ്പെട്ടവരുടെയും മറ്റ് ജനവിഭാഗങ്ങളുടെയും അവരുടെ തുല്യ നീതിക്കും അവകാശത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് എന്നും മുന്നിൽ നിന്ന് പടനയിച്ച ഒരു വിപ്ലവകാരി ആയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാടെങ്ങും വിജയദശമി ആഘോഷം. സരസ്വതി മന്ത്രങ്ങളാൽ മുഖരിതമായ ചടങ്ങുകളിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. SN പുരം പത്താഴക്കാട് മാനസിക രോഗിയായ സ്ത്രീയെ മാനഭംഗപ്പെടുത്തിയ കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിന്നി കണ്ണനാംകുളത്തെ മൈത്രി അംഗൻവാടിക്ക് KP ധനപാലൻ MP ശിലയിട്ടു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.